ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കോസ്താ തിരുനാൾ ഒരുക്കം എവിടം വരെ ആയി? അതെ, എന്തായാലും ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഈശോ വചനം കൊടുക്കുന്നു, വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു, പിന്നെ പരിശുദ്ധാത്മാവിന് നൽകുന്നതെല്ലാം ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള രക്ഷാകര പദ്ധതിയിലെ ഓരോ വലിയ സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മൾ ശരിക്കും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ആത്മാവിൻ്റെ അഭിഷേകം ഉജ്ജ്വലിക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് സാരമില്ല, സമയം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, വെള്ളി ശനി 2 ദിവസമെങ്കിൽ 2 ദിവസം, അവസാനം വരുന്നതിന് കർത്താവ് കൂലി ഒരേപോലെ കൊടുക്കും. കുഴപ്പമിട്ടല്ല, സമയ സാഹചര്യം കിട്ടാതെ വന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് നാളേക്ക് നന്നായിട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് വന്ന് നിറയണമേ എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധാത്മാവിൽ ഒത്തുനേരില്ല, വചനം വായിച്ച് സ്തുതിക്കുക, അപ്പസ്തല പ്രവർത്തനം വായിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ നല്ല ആത്മാവിനെ പക്ഷേ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. പറഞ്ഞേ, അതന്നെ. ഹല്ലേലൂയ. സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞവരും ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ്. അതായത് ശരീരത്തിൽ ഇങ്ങനെ ചില കുരുക്കൾ വരുന്നു, അരിമ്പാറകൾ ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെ തരത്തിലുള്ള ചില രോഗപീഠങ്ങളാൽ പിന്നെ ക്ലേശിക്കുന്നവർ, ശരീരം പൊട്ടി ഒലിച്ചു വരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടും. ഞാൻ കുറവലങ്ങാട് ഇന്നലെ ഞാൻ PDS സെൻറ്ററിൽ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോൾ കുറവലങ്ങാട് 2ാം വെള്ളിയാഴ്ച കൺവെൻഷനിൽ ഒരു മെസ്സേജ് കർത്താവ് കൊടുത്തായിരുന്നു. വേരിക്കോസ് വെയിൻ എങ്ങനെ പൊട്ടിയിരിക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ആ സെക്കൻഡ് മുതൽ ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുവാർക്കാണ്. അട്ടപ്പാടിലെ വൈദികരുടെ ധ്യാനത്തെ ഞാൻ ഓർമ്മ അച്ഛൻ പ്രാർത്ഥിച്ച മെസ്സേജ് പറഞ്ഞു. അപ്പോൾ തൽക്ഷണം ഈശോ ഹീലിംഗ് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഈശോ ഇടപെടും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടി, അങ്ങനെയുള്ള രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു നന്മ പറഞ്ഞു ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിക്കാം. അരിമ്പാറയോടെ ഞങ്ങൾ പൊഴിഞ്ഞു പോകട്ടെ. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ടൈം ടേബിൾ ഇന്ന് പ്രാർത്ഥനയാണ്. പിന്നെ അതേപോലെ തന്നെ നാളെ ഒരു ചെറിയ യാത്രയുണ്ട്, വീണ്ടും പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് പിന്നെ അമേരിക്കയ്ക്കുള്ള യാത്രയാണ്. അമേരിക്കയിൽ ധ്യാനത്തിനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, എല്ലാവരും കൂടെ കേട്ടോ. പിന്നെ ഇനിയും വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അമേരിക്കയിലൊക്കെ ബുക്ക് ചെയ്യണം കേട്ടോ. AFCM അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വെറുതെ വായിച്ചാൽ പോരാ. നെഹമ്യ പ്രവചനം 8-ാം അധ്യായം 8-ാം തിരുവചനം, ബുക്ക് ഓഫ് നെഹമായ ചാപ്റ്റർ 8 വേഴ്സ് 8. നല്ല ഒരു സിമ്പിൾ വചനമാണ്. അവർ ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം വ്യക്തമായി വായിച്ചു, ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. ഹല്ലേലൂയ. നല്ല വചനമല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. അതായത് ജെറുസലേം അല്ലെങ്കിൽ ആ കോട്ടകൾ അതെല്ലാം പുതുക്കിപ്പണിത് നെഹമ്യ ഇതിന് മതിലിനെ കേടുപാടുകളെല്ലാം ചെന്നിട്ട് ഇതെല്ലാം പുനരുദ്ധരിച്ച് ജനങ്ങളെല്ലാം വിളിച്ചു കൂട്ടി. പുരോഹിതരുണ്ട്, അങ്ങനെ ഒരുപാട് ആ ഒരു സമ്മേളനത്തിലാണ്, ആ ഒരു കൂട്ടായ്മയിലാണ്. അവിടെ അവർ ചെയ്യുന്നതറിയോ? ദൈവത്തിൻ്റെ നിയമഗ്രന്ഥം, അത് അന്ന കാലത്ത് കർത്താവ് കൊടുത്ത നിയമം കുറച്ചേ ഉള്ളൂ, മോശയോട് കൊടുത്ത് ആ വചനം അവർ വ്യക്തമായി വായിച്ചു എന്ന് വചനം വെളിപ്പെടും. അപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇത് ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ ഒരു പ്രത്യേക വായനയുണ്ടല്ലോ. അങ്ങനെയല്ല, ശരിക്കും കേൾക്കുന്നവർക്ക് മനസ്സിലാകും വിധം വ്യക്തമായി നിർത്തി നന്നായിട്ട് അങ്ങോട്ട് വായിക്കണം. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം അവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകും വിധം ആശയം വിശദീകരിച്ചു. അപ്പോൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടൊരു വചനഭാഗം വായിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അല്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയും മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നോക്കി ബാക്കിയുള്ളവർക്ക് മനസ്സിലാകും വിധം അതിൻ്റെ കുഞ്ഞായിട്ടൊരാശയം മക്കളുണ്ട് ഒക്കെ ഒന്നൊന്ന് വിശദീകരിക്കുന്നതല്ല, ഓരോ ദിവസം ഓരോരുത്തർ വിശദീകരിക്കുക. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇത് അല്ലേ, ഇതൊരു പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥ വചന വ്യാഖ്യാനത്തിൻ്റെ ഒക്കെ ഒരു സൂചനയായിട്ട് എടുക്കുക. അത് സഭയാണ് ചെയ്യേണ്ടത്, പുരോഹിതരാണ് ചെയ്യേണ്ടത്, എല്ലാം സംബന്ധിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്ക് മനസ്സിലാകുന്നില്ല, വീട്ടിൽ കുഞ്ഞായിട്ടൊക്കെ നമുക്ക് മനസ്സിലാകും. ഇനി സംശയം അങ്ങനെ വിശദീകരിക്കാൻ സംശയം വരുമ്പോൾ നമ്മൾ അച്ഛന്മാരാരോടെങ്കിലൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ അറിയാവുന്ന സിസ്റ്റർമാരോട് ആരെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ചോദിക്കും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ, അല്ലേ? എവിടെയൊക്കെയാണ് ചെറിയ കൂട്ടായ്മയാണെങ്കിലും വ്യക്തമായിട്ടൊന്ന് വായിക്കുക. എന്നിട്ട് 2 പ്രാവശ്യമൊക്കെ വായിച്ച ആശയങ്ങൾ ശരിക്കും ഒരു ലെക്സിയോ ദിവീന എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് വിശദീകരിച്ചോ. അവർ ചെറിയ വചനപ്രഘോഷണമായി നമ്മൾ ആ വചനം മറക്കുകയില്ല, അല്ലേ? അങ്ങനെ തുടങ്ങിയാലോ? കുടുംബ പ്രാർത്ഥന 5 മിനിറ്റ് അല്ലേ, നല്ലതല്ലേ? അങ്ങനെ പറഞ്ഞു തുടങ്ങി നോക്കിയേ. അപ്പോൾ നമുക്ക് എന്താ മെച്ചമെന്ന് വെച്ചാൽ പുറത്ത് ആരെങ്കിലും കാണുന്ന സമയത്ത് 2 വചനം പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വായിച്ച് കേട്ട് ആർക്കും മനസ്സിലായി. അങ്ങനെയല്ല, ആ രീതിയിൽ അങ്ങോട്ട് തുടങ്ങാം കേട്ടോ.
അങ്ങനെ തുടങ്ങുന്ന കുടുംബങ്ങൾക്കൊരു സ്പെഷ്യൽ ഒരു സാധനം ഞാൻ തരാം. ഒരു ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹം കർത്താവേ കൊടുക്കണം. അങ്ങനെ പ്രാർത്ഥന മേടിച്ച് അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആരംഭിച്ചു. അതൊരു പുതിയൊരു മിനിസ്ട്രി ആയിരിക്കും. കുടുംബങ്ങൾ തന്നെ ചെറിയൊരു വചന പ്രഘോഷണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് താല്പര്യമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വിട്ടു, അതൊക്കെ സാരമില്ല. ഞാൻ വചന പ്രഘോഷിക്കുമ്പോൾ കുറേ ആൾക്കാർ താല്പര്യമില്ല, അത് വിട്ടു, അതല്ല. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ ഈശോയെ, ഇവർക്ക് വചനം കൊടുക്കാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ തിരഞ്ഞെടുത്ത് നിയോഗിച്ച കർത്താവ് ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയും. എൻ്റെ ഈശോ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. കർത്താവായ ദൈവമേ, ചെറിയ കൂട്ടെ 2-3 പേരേ ഉള്ളൂ, എങ്കിൽ പോലും വചനം വ്യക്തമായി 12 പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാകും വിധം ഒന്ന് വ്യാഖ്യാനിക്കാൻ ഒരു കൃപ, ഒരു ധൈര്യം, ഒരു അഭിഷേകം പന്തക്കൊസ്തയോടനുബന്ധിച്ച് കർത്താവെ ഇവർക്കെല്ലാവരും മേലും വന്ന് നിറയട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, വീട്ടിൽ കുടുംബാംഗങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു അഭിഷേകം, ഒരു വ്യാഖ്യാനത്തിൻ്റെ നിറവുണ്ടാകട്ടെ. അതിനോട് ബന്ധപ്പെട്ട വചനങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കൃപ നിറയട്ടെ. കർത്താവ് ദൈവം അതേപോലെ തന്നെ ശരീരത്തിൽ ഇങ്ങനെ കുരുക്കൾ വന്ന് പൊട്ടുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, അത് വിട്ടുമാറും, സൗഖ്യം പ്രാപിക്കും. അരിമ്പാറകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് പൊടിഞ്ഞ് ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവ്. ഓ കർത്താവ് ദൈവമേ, അതുപോലെ തന്നെ വേരിക്കോസ് വെയിൻ, ശരീരത്തിൽ ഇങ്ങനെ കുരുക്കളും പരിക്കളും വന്ന അലർജി രോഗങ്ങൾ, ചൊറിഞ്ഞ് പൊട്ടുന്നത്, കർത്താവായത് കുഞ്ഞുങ്ങളെ കൊതുക് കടിച്ച് പിന്നെ അത് ചൊറിഞ്ഞ് പൊട്ടിയ ഒരുപാട് വ്രണമാണ്, അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള പൈശാചിക രോഗപീഠങ്ങളെ ശല്യങ്ങളെയും യേശുവിൻ്റെ നാമത്താൽ, യേശുവിൻ്റെ രക്തത്താൽ, ഈശോയുടെ വചനത്താൽ, ഈശോയുടെ കുരിശിൻ്റെ അടുത്താൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിൽ ആട്ടിപ്പായിക്കും. വലിയൊരു സൗഖ്യവും വിട്ടുതലും ഉണ്ടാകട്ടെ കർത്താവ്. എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം അവർക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ. മനസ്സിന് ഭാരമുള്ളവരുടെ ഭാരം ഈശോ നീക്കുന്നു. വലിയ കൃപ കൊണ്ട് പന്തക്കോസ്ത ഒരുക്കത്തിന് നിങ്ങൾ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.